എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇടവമാസം ജ്യോതിഷപ്രകാരം ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള പ്രധാന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. സൂര്യൻ ഇടവ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ പുണ്യമാസത്തില് വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂല ദൃഷ്ടികൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും ഈ മാസം അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി ഈ മാസം ഇവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രധാനമായും ഈ നക്ഷത്രങ്ങൾക്ക് ഈ മാസം ഒരു ഭാഗ്യത്തിന്റെ കാലമാണെന്ന് പറയാം. ഏതൊക്കെ നക്ഷത്രമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയാം. രോഹിണി നക്ഷത്രം ഇടവക്കുള്ളിൽ വരുന്ന ഈ രോഹിണി നക്ഷത്രത്തിൽ അവർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. സ്വന്തം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങും. ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാകും. ആരോഗ്യനിലയിൽ നല്ല മാറ്റം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി, പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരും. അംഗീകാരങ്ങളും പ്രശംസകളും ലഭിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് മകയിരം നക്ഷത്രത്തെ കുറിച്ച് നോക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ വലിയ മുന്നേറ്റം ഈ മാസം പ്രതീക്ഷിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും പഴയ കടബാധകൾ തീർക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിലും ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭം ഈ മാസം കൊയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത നക്ഷത്രമായ ഉത്തരം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ ഭാവം വലിയ അനുഗ്രഹമാണ്. ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഇവരെ തേടി വരിക ചെയ്യും. ഇവർക്ക് രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. സാമ്പത്തികമായ അഭിവൃദ്ധി ഇവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി അരിരം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. അരിരം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന് ഫലം കണ്ടു തുടങ്ങുന്ന ഒരു മാസമാണ് ഈ ഇടവമാസം. മാനസികമായ സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും നിലനിൽക്കുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭകരമാകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ഈ ഇടവമാസം. അവർ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ മാസം നമുക്ക് സാധിക്കും, നടപ്പിലാക്കാൻ സാധിക്കും. ദീർഘലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കാനും സാധിക്കും. ഇവർക്ക് സാമ്പത്തികമായ വളരെയധികം പുരോഗതി ഈ മാസം ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാർക്ക് ഈ ഇടവമാസം അനുകൂലമാകാൻ അവരുടെ നക്ഷത്ര ദേവത, നക്ഷത്ര വൃക്ഷം, നക്ഷത്ര പക്ഷി ഇവയ്ക്ക് വേണ്ട പോലെ ആചാരങ്ങൾ നടത്തുക, അവരെ വന്ദിക്കുക, പൂജിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ മുൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. കൂടാതെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക, വസ്ത്രമോ ഭക്ഷണമോ മരുന്നോ വാങ്ങിക്കൊടുക്കുക, കുട്ടികൾക്ക് ബുക്ക്, പേന എന്നിവ വാങ്ങി നൽകുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇടവമാസം ഇവർക്ക് അനുകൂലമായി വരും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി ഉണ്ടാകുക തന്നെ ചെയ്യും ഈശ്വര അനുഗ്രഹത്താൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു.